ജയസൂര്യ ഇത്തരത്തിലൊരു വൈകാരികമായ കുറിപ്പ് ഇറക്കുന്നത്. അദ്ദേഹം പ്രധാനമായി അതിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണങ്ങൾ. അതുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് തന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, തനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, അതിൽ തനിക്കിപ്പോൾ മരവിപ്പാണുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ സത്യം ബോധ്യപ്പെടുത്താൻ നീതിന്യായ കോടതിക്ക് മുമ്പിലേക്ക് താൻ പോകും. അമേരിക്കയിലെ കുടുംബത്തോടൊപ്പമാണുള്ളത്, അവർക്കും ഇത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ, ഇപ്പോൾ തന്നെ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവർക്ക് മുമ്പിൽ ആ സത്യം ഞാൻ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കറങ്ങിയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒപ്പം PG സൂചിപ്പിച്ചതുപോലെ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികൾക്ക് നേരെ മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ജയസൂര്യ പ്രധാനമായി ഈ കുറിപ്പിലോ എമ്പാടും പറയാൻ ശ്രമിക്കുന്നത് തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് തന്നെയാണ്. അതായത് താൻ ഇതിലൊന്നുമില്ല, ഇതെല്ലാം തന്നെ വ്യാജ ആരോപണം എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഒരു നടി